കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ പാറശാലയിലെ ഗ്രീഷ്മയെ മലയാളിക്ക് അത്ര വേഗം മറക്കാൻ സാധിക്കുമോ? ഒരു പെൺകുട്ടിക്ക് ഇത്രയും ക്രൂരകൃത്യം നടത്താൻ കഴിയുമോ എന്ന് നമ്മളെ ചിന്തിപ്പിച്ച സംഭവമായിരുന്നു ഷാരോൺ രാജ് കൊലക്കേസ്. പ്രണയത്തിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ പകയിൽ ആ 23കാരി നടത്തിയ കൊലപാതകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2022 ഒക്ടോബറിൽ നടന്ന ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വിധിച്ചു. ആ സംഭവത്തിന് ശേഷം കമിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിനിടെ പലരും ഗ്രീഷ്മയുടെ കഷായ പ്രയോഗത്തെക്കുറിച്ച് തമാശയായി പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ഗ്രീഷ്മ കേസ് ഒറ്റപ്പെട്ടതല്ല എന്നാണ് കോതമംഗലത്തെ അൻസിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസോടെ പുറത്തുവരുന്നത്. ഇതോടൊപ്പം ആലപ്പുഴ ചേർത്തലയിലെ ആയിഷ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ബിന്ദുവിനും ജൈനമ്മയ്ക്കും പുറമെ ആയിഷയെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണോ? അയാളൊരു സീരിയൽ കില്ലറാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അവൾ എന്നെ ചതിച്ചു, വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അൻസിൽ ബന്ധുവിനോട് പറഞ്ഞ വാക്കുകളാണിത്. യുവാവ് വിഷം കഴിച്ചതായി ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് പെൺസുഹൃത്ത് അദീനയാണ്. കോതമംഗലം മാതിരപ്പള്ളി സ്വദേശിയായ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 ദിവസത്തിന് ശേഷം മരണം സംഭവിച്ചിരുന്നു. ബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിൻ്റെ പകയിൽ നടത്തിയ ക്രൂരകൃത്യമെന്നാണ് പ്രതി അദീനയുടെ മൊഴി. 2 കുട്ടികളുടെ അച്ഛനായ അൻസിലും അവിവാഹിതയായ അദീനയും ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ യുവതിയുടെ മറ്റ് സൗഹൃദങ്ങൾ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കോതമംഗലത്തിന് സമീപം മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന അദീനയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് അൻസിൽ എത്തുന്നത്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കെയുള്ള സന്ദർശനം കാര്യങ്ങൾ വഷളാക്കി. യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അൻസിൽ സംശയിച്ചു. യുവതിയുടെ വീട്ടിലെത്തിയ അൻസിൽ ബഹളമുണ്ടാക്കി. തൊട്ടടുത്ത ദിവസം പുലർച്ചെ അൻസിൽ പോലീസിനെ വിളിച്ച് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന വിവരം അറിയിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് അദീന വിഷം നൽകിയെന്ന കാര്യം സഹോദരനോട് അൻസിൽ പറയുന്നത്. ചികിത്സയിലിരിക്കെയായിരുന്നു അൻസിലിന്റെ മരണം. അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പോൾ നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഈ അൻസിൽ എന്ന് പറയണ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര്. ക്രിമിനൽ പശ്ചാത്തലമുള്ള അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. അദീനയുമായി ഏറെക്കാലമായി അൻസിലിന് അടുപ്പമുണ്ടായിരുന്നു. ഇവർക്കിടെ പിണക്കങ്ങൾ ഉണ്ടായെങ്കിലും അവ പരിഹരിച്ചിരുന്നു. അതിനിടെ അൻസിലിന്റെ ഭാഗത്ത് നിന്ന് യുവതിക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. തുടർന്നാണ് ഇയാളെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 300 മില്ലി ലിറ്റർ വിഷം ഉള്ളിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. പുല്ലിന് തളിക്കുന്ന വിഷമാണ് നൽകിയത്. ആംബുലൻസിൽ വെച്ച് പറഞ്ഞ ബ്ലഡ് വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തതെന്നാണ് പറഞ്ഞത്. വയറിനകത്ത് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് 500 ml അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ 300 ml അകത്തുണ്ട്. പെൺസുഹൃത്ത് തനിക്ക് വിഷം നൽകിയെന്ന് ആശുപത്രിയിലേക്ക് പോകും വഴി അൻസിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായകമായത്. ചേലാട്ടെ ഒരു കടയിൽ നിന്നാണ് കീടനാശിനി വാങ്ങിയത്. ഇതിന്റെ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. അൻസിലിന്റെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 30കാരിയായ അദീന പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിലെ ബിന്ദു പത്മനാഭനും ഏറ്റുമാനൂരിലെ ജൈനമ്മയ്ക്കും പിന്നാലെ കേട്ട പേരാണ് ചേർത്തല സ്വദേശിനി ആയിഷ. ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്ന ഈ 3 സ്ത്രീകളുടെ തിരോധാനം 6 വർഷത്തെ ഇടവേളകളിലായിരുന്നു. പണത്തിനും സ്വത്തിനും വേണ്ടി സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന സെബാസ്റ്റ്യനെക്കുറിച്ചും
അയാളുടെ സ്വഭാവ വൈകൃതങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ ആളാണ് പെൺസുഹൃത്തായിരുന്ന റോസമ്മ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം പരിചയപ്പെട്ടത്. പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി. കുറച്ച് നാളുകൾക്കുള്ളിൽ വിവാഹ അഭ്യർത്ഥനയും നടത്തി. ഇതിനിടെയാണ് ആയിഷയുടെ കടന്നുവരവും തിരോധാനവും. ആയിഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായും സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പോയ ദിവസമാണ് ആയിഷയെ കാണാതായതെന്നും റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ിൽ ബിന്ദു പത്മനാഭൻ, 2012 ആയിഷ, 2024 ഡിസംബറിൽ ജൈനമ്മ. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യന് വാർനാട് ഐഷ തിരോധാന കേസിലും നിർണായക പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഐഷയും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഐഷയെ കാണാതാകുന്നത് 4 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനായി തീരുമാനിച്ചതിന്റെ തലേ ദിവസം. സെബാസ്റ്റ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തന്റെ പണം തിരികെ വാങ്ങാൻ പോയ ഐഷയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതിന് പോയ പോക്കാം, പിന്നെ കണ്ടിട്ടില്ല. വന്ന് തന്നെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാനൊരു വന്നപ്പോൾ തൊട്ടൊരു 5-8 പ്രാവശ്യം എല്ലാം തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുത്തില്ല. സ്ഥലം വാങ്ങാൻ വായ്പയെടുത്തും ചിട്ടിപിടിച്ചും ഐഷ കണ്ടെത്തിയ തുക മുഴുവൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് കാണാതായ ശേഷം മക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാണാതാകുന്നതിന് മുൻപ് ഐഷയും സെബാസ്റ്റ്യനും ഒരു ദിവസം മുഴുവൻ തന്റെ വീട്ടിലുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ JCB കൊണ്ട് പുതുതായി വാങ്ങിയ പുരയിടം അവർ തെളിച്ചു. സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിലാക്കുന്നയാളാണ് സെബാസ്റ്റ്യൻ. പണം ചോദിക്കാൻ പോയ ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. താൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. കാണാതായ ദിവസവും ശേഷവും പലതവണ ഐഷയുടെ ഫോണിൽ നിന്നും കോളുകൾ വന്നു. എടുത്താൽ സംസാരിക്കുകയില്ല, തിരിച്ചു വിളിച്ചാലും അങ്ങനെ തന്നെ. നേരെ പറഞ്ഞതേ ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. അവരെന്നാ ചെയ്തു? ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ, അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതിന് മറുപടി കിട്ടുകയല്ലോ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം സമീപിക്കുന്നത്. പിന്നീട് സൗഹൃദത്തിലാക്കി വിവാഹാഭ്യർത്ഥന നടത്തി. ഇതിനിടെയാണ് ഐഷയുടെ കടന്നുവരവും തിരോധാനവും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന് ശേഷമാണ് റോസമ്മയുമായി അടുപ്പത്തിലാകുന്നത്. ബിന്ദു എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. JCB ഉപയോഗിച്ച് തന്റെ പറമ്പ് സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന സൂചനകൾക്ക് ബലം നൽകുന്നതാണ് വെളിപ്പെടുത്തലുകൾ ഓരോന്നും. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഐഷ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഐഷ. ആ ഒരു പോക്കാണ് പിന്നീട് അവരുടെ തിരോധാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അതിനകത്ത് കൃത്യമായി പങ്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും സംശയിക്കുന്നത്. ചേർത്തല ശാസ്തൻ കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വീടുകളിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? വഴക്കും പിണക്കവും ഒക്കെ ഒരു പരിധി വിടുമ്പോഴാണ് കാര്യങ്ങൾ അപകടത്തിലേക്ക് പോകുന്നത്. കൊല്ലം അഞ്ചാലുമൂട്ടിൽ ഭാര്യയെ യുവാവ് കുത്തിക്കൊന്നത് ദാമ്പത്യ തർക്കത്തെ തുടർന്നാണ്. കല്ലുവാതുക്കൽ സ്വദേശി ജിനുവാണ് ഭാര്യ രേവതിയെ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി കുത്തിക്കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ജിനുവിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ രാത്രി 10:30 കൊലപാതകം നടന്നത്. ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് വിവരം. രേവതിയും ഭർത്താവ് ജിനുവും നാളുകളായി പിണങ്ങിക്കഴിയുകയായിരുന്നു. ഷാനവാസ് മനസ്സിലുള്ള വയോധികനെ പരിചരിക്കാനാണ് രേവതി 5 മാസമായി ഈ വീട്ടിൽ ജോലിക്ക് നിന്നത്. വ്യാഴാഴ്ച രാത്രി 9:30 മതിൽ ചാടിക്കടന്ന ജിനു രേവതിയെ ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റ യുവതി മുറ്റത്ത് കുഴഞ്ഞു വീണു. ബഹളം കേട്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും
ജീവൻ രക്ഷിക്കാനായില്ല. ജിനുവും രേവതിയും പിണങ്ങിക്കഴിയുകയായിരുന്നു. ഭരണിക്കാവിലെ സ്ഥാപനത്തിൽ ജീവനക്കാരനായ ജിനു രാത്രി ബൈക്കിലാണ് ഭാര്യ ജോലിക്ക് നിന്നിരുന്ന താന്നിക്കമുക്ക് ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലെത്തിയത്. കുത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ഇയാളെ 11 മണിയോടെ ശൂരനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പോലീസ് ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് നഗരത്തിൽ രാത്രി സമയമായാൽ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒട്ടേറെ ആളുകളെ കാണാം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയില്ല. കഴിഞ്ഞ ദിവസം 46-കാരിയെ ആളില്ലാത്ത തക്കം നോക്കിയാണ് സുബ്ബയ്യൻ എന്ന ആക്രി കച്ചവടക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചു. അതിനിടെ ദാരുണമായ കൊലപാതകം. അതിക്രൂരമായ ആക്രമണമാണ് ആ സ്ത്രീ നേരിട്ടത്. ശരീരത്തിൽ വലുതും ചെറുതുമായ 80 പരിക്കുകൾ. നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും ഗുരുതരമായ മുറിവുകൾ. മദ്യലഹരിയിലാണ് പ്രതി സുബ്ബയ്യൻ കൊലപാതകം നടത്തിയത്. സംഭവം പറഞ്ഞ് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് 46-കാരി നേരിട്ടത് അതിക്രൂര പീഡനമാണ്. വാരിയലിന് പൊട്ടലും നട്ടലിന് ക്ഷതവുമേറ്റു. ശബ്ദമുണ്ടാകാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചു. 46-കാരിയെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. പീഡനത്തിന് ശേഷം മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സ്വയം രക്ഷപ്പെടാനായി രക്ഷകൻ ചമഞ്ഞു. പ്രതി ആ സ്ത്രീയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ ബിജുവിന് സംശയം തോന്നിയതാണ് സുബ്ബയ്യന് വിനയായത്. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സ്ത്രീയുടെ ശരീരത്തിൽ വലുതും ചെറുതുമായ 80 പരിക്കുകളുണ്ട്. നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും പരിക്കുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് സുബ്ബയ്യൻ. 2023 ഭാര്യയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതിന് സുബ്ബയ്യനെതിരെ മീനാക്ഷിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ സർക്കാർ ആശുപത്രി തല്ലി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ്. ആക്രി പെറുക്കിയാണ് സുബ്ബയ്യൻ ജീവിക്കുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന 46-കാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. 1 മുതൽ 13 വരെയുള്ള സ്പോട്ട് പോയിന്റുകൾ. അതിൽ 8ഇടത്തെ പരിശോധന പൂർത്തിയാകുമ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്? 6ാം സ്പോട്ടിൽ നിന്ന് തലയോട്ടിയടക്കം ലഭിച്ചതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 4ാം ദിവസം നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. JCB ഉപയോഗിച്ച് ആഴത്തിൽ കുഴിയെടുത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ 5 എണ്ണം പല്ലും 1 താടിയെല്ലും 2 എണ്ണം തുടയെല്ലുമെന്നാണ് നിഗമനം. ഇവ വിശദ പരിശോധനയ്ക്ക് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണ് തീരുമാനം. ധർമ്മസ്ഥലയിൽ 4ാം ദിനത്തിൽ 7ഉം 8ഉം പോയിന്റിൽ പരിശോധന നടത്തിയപ്പോൾ കാര്യമായ വിവരങ്ങളൊന്നും SIT പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് വലിയ തോതിലുള്ള വസ്തുക്കളൊന്നും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി അറിയിക്കുന്നത് SIT ആണ്. നിലവിൽ 6ാം പോയിന്റിൽ നിന്നും ലഭിച്ച ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ SIT ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും 13 പോയിന്റുകളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചാൽ മതി എന്ന തീരുമാനത്തിലാണ് SIT ഉള്ളത്. നിലവിൽ ഈ മറ്റുള്ള അതായത് 9 മുതൽ 13 വരെയുള്ള ഈ
പോയിന്റുകൾ, ആ സ്ഥലങ്ങൾ അത് ഇനി വരും ദിവസങ്ങൾ പരിശോധിക്കും. നാളെ 9ാം പോയിന്റിലാണ് പരിശോധന. എന്തായാലും റോഡിനോട് ചേർന്ന് കിടക്കുന്ന വനത്തിന് അരികിലായി കിടക്കുന്ന പ്രദേശമാണ് 9 മുതൽ 11 വരെ. 12ഉം 13ഉമാണ് വ്യത്യസ്തമാവുന്നത്. 13 ഈ സ്നാനക്കെട്ടിക്ക് സമീപമാണുള്ളത്. ഏതായാലും നാളെ JCB ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കാണ് എന്തായാലും തയ്യാറാകുന്നത്. JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ പറ്റുന്ന സ്ഥലം തന്നെയാണത്. റോഡിൽ നിന്നും ചെറിയ ദൂരം മാത്രം, റോഡിൽ നിന്ന് കാണാവുന്ന ദൂരം മാത്രമാണ് നാളത്തെ പരിശോധന ഉള്ളത്. എന്നാലും ഇന്ന് വളരെ നിർണായകമായ പരിശോധനയായിരുന്നു 8.8 നടന്നത്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഇതിൽ നിന്നൊന്നും ഒന്നും പുറത്തു വരുന്നില്ല. ഒരു പക്ഷേ കാര്യമായ വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത് ഔദ്യോഗികമായി SIT തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം മംഗളൂരുവിലും അതുപോലെ തന്നെ ബെൽത്തങ്ങാടിയിലും ആരംഭിച്ച ഹെൽപ്പ് സെന്ററിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതും വളരെ രഹസ്യമായി തന്നെ ഇവരുടെ ഐഡന്റിറ്റി പുറത്തുവിടാതെയാണ് SIT ഇത് കൈകാര്യം ചെയ്യുന്നത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്നും ഈ ധർമ്മസ്ഥലയിൽ കാണാൻ സാധിച്ചത്. നാളെയും തിരച്ചിൽ തുടരും. നാളെ പ്രധാനമായും 9 മുതൽ 11 വരെയുള്ള സ്ഥലങ്ങൾ വളരെ വേഗത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിശദമായ പരിശോധനയാണ് ഓരോ ഭാഗങ്ങളിലും നടക്കുന്നത്. ഇന്നും JCB ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിച്ചു. അത് 8-ലായാലും 7-ലായാലും ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ സാധിച്ചു. നാളത്തെ പരിശോധനയും എന്തായാലും നിർണായകം തന്നെയാണ്. അത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന 1-ലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശം കൂടി പരിശോധിച്ച് 13 പോയിന്റുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി തുടർ നടപടികളിലേക്ക് SIT കടക്കൂ. ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധിക്കണോ, അതെന്താണ്, അത്തരം കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവും. ഏതായാലും അത് വലിയ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും. ഈ സാക്ഷി മൊഴി നൽകിയ ഈ കൃത്യം തന്നെ ചെയ്യാൻ ഇത്തരത്തിൽ നിർബന്ധിച്ചു എന്ന് പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം തീരുമാനങ്ങളെല്ലാം ഈ ലഭിച്ച വസ്തുക്കളുടെ അനുസരിച്ചുള്ള ആ ഒരു കാര്യത്തിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ലഭിച്ച മൃതദേഹാവശിഷ്ടം ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് 1-ൽ കൂടുതൽ പേരുടെ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങളാണോ, അത്തരം കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ പരിശോധന 9-ലായിരിക്കും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. പണ്ട് നമ്മൾ അയൽ വീടുകളിലും ബന്ധുവീടുകളിലുമൊക്കെ കളിക്കാനും TV കാണാനും പോയ കാലം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകുമല്ലേ? അതൊരു കൂട്ടായ്മയുടെ നാളുകളായിരുന്നു. മാതാപിതാക്കൾ പുറത്തെവിടെയെങ്കിലും പോയാൽ മക്കളെ അയൽവാസികളുടെ വീട്ടിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മറിച്ചാണ്. അയൽക്കാരിൽ നിന്ന് പോലും കുട്ടികൾ ചൂഷണത്തിന് ഇരകളാകുന്ന അവസ്ഥ. കോഴിക്കോട് താമരശ്ശേരിയിൽ 12-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് അയൽവാസിയായ 70-കാരനാണ്. പെൺകുട്ടിയെ ആളില്ലായിരുന്ന തക്കം നോക്കി ഇയാൾ പലതവണയാണ് പീഡിപ്പിച്ചത്. കേസിൽ വയോധികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മെയ് 15-ന് വയറുവേദനയെ തുടർന്ന് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെ മൊഴി സ്ഥിരീകരിക്കുന്നതിനായി 70-കാരനെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. സാമ്പിൾ എടുത്ത് 2 മാസത്തിന് ശേഷം DNA ഫലം പുറത്തു വന്നതോടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്റെ വീടിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ പെൺകുട്ടി കളിക്കാൻ വരികയും ഇടയ്ക്ക് വീട്ടിൽ വെള്ളം കുടിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പീഡനത്തിനിരയായത്. പലതവണ പീഡിപ്പിച്ചതായാണ് വിവരം. 70-കാരന്റെ ഭാര്യ കൂലിപ്പണിക്ക് പോകാറുള്ളതിനാൽ വീട്ടിൽ ആരും ഉണ്ടാവാറില്ല. താമരശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. റാപ്പർ വേടൻ പാട്ടിലൂടെ ഒരു തലമുറയുടെ സിരകളിൽ തീ പടർത്തുന്നവനാണ്. അതുപോലെ തന്നെ അയാളുടെ പെൺകുട്ടികൾക്കുൾപ്പെടെ ആരാധന തോന്നുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആരാധികമാരെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു യുവതിയുടെ ജീവിതം തകർത്ത ശേഷം അയാൾ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. തന്നെ കേസിൽപ്പെടുത്തുമെന്ന് യുവ ഡോക്ടർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ജാമ്യ ഹർജിയിൽ വേടൻ പറയുന്നത്.
ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ശ്രമമാണ് ഈ പീഡനക്കേസിന് പിന്നിലെന്നാണ് വാദങ്ങൾ. വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. രഹസ്യമൊഴി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇൻഫോ പാർക്ക് SHOയ്ക്കാണ് നിലവിലെ അന്വേഷണ ചുമതല. രഹസ്യമൊഴി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലും കോഴിക്കോടും പരിശോധനകൾ നടത്തും. അതേസമയം വേടനുമായി യുവതിയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പീഡനം നടന്നു എന്ന് യുവതി പറയുന്നത് 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടമായതിനാൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കണം. പ്രതിയുടെ ചില സുഹൃത്തുക്കൾക്ക് പീഡന വിവരം അറിയാമെന്ന പരാതിക്കാരുടെ മൊഴിയും നിർണായകമാണ്. അങ്ങനെയെങ്കിൽ അവരെയും വിശദമായി ചോദ്യം ചെയ്യും. വേടൻ ഒഴിവാക്കിയ ശേഷം മാനസിക സമ്മർദ്ദത്തിന് ചികിത്സ തേടിയെന്ന യുവതിയുടെ മൊഴിയിലും അന്വേഷണമുണ്ടാകും. വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ചില വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. (2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു അതിക്രമമെന്നും യുവതി പരാതിയിൽ പറയുന്നു. 2023 അവസാനമായപ്പോൾ വേടൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും യുവ ഡോക്ടർ പറഞ്ഞു. ഇതിനുശേഷം താൻ വിഷാദ അവസ്ഥയിലായിരുന്നുവെന്നും ചികിത്സ തേടിയതായും ഡോക്ടറുടെ മൊഴിയിലുണ്ട്. ബുധനാഴ്ച രാത്രി സ്റ്റേഷനിലെത്തിയ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഈ വർഷം ഏപ്രിലിൽ കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതിനു ശേഷം വേടനെയും മറ്റ് 8 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പുലിനഖ കേസടക്കം വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. ജാമ്യം കിട്ടിയ വേടനെ പിന്നീട് സർക്കാർ പരിപാടികളിലും പങ്കെടുപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കർണാടകയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ കൊച്ചുമകനും JDS നേതാവുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ബലാത്സംഗ കേസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് വീട്ടുജോലിക്കാരിയായിരുന്ന സ്ത്രീ പ്രജ്വലിനെതിരെ ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത്. കേസിലെ പ്രതിയായ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. വീഡിയോ അടക്കം 26 തെളിവുകളും ഗൂഗിൾ മാപ്പ് വിവരങ്ങളുമാണ് കേസിൽ നിർണായകമായത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതി ശനിയാഴ്ച കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ഹെലി നരസിപ്പാറ റൂറൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുൾപ്പെടെ 4 ബലാത്സംഗ കേസുകളാണ് രേവണ്ണയ്ക്കെതിരെ നിലവിലുള്ളത്. ഹാസനിലെ പ്രജ്വൽ കുടുംബത്തിന്റെ ഫാം ഹൌസിൽ ജോലിക്കാരിയായ 48കാരി നൽകിയ പരാതിയിലാണ് വിധി. 2 തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് കേസ്. വീഡിയോ അടക്കം 26 തെളിവുകൾ കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് ദൃശ്യങ്ങൾ പെൻഡ്രൈവ് വഴി പ്രചരിക്കപ്പെട്ടത്. ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ പ്രജ്വൽ. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വോട്ടെടുപ്പ് നടന്ന ദിവസം പ്രജ്വൽ വിദേശത്തേക്ക് മുങ്ങി. തിരിച്ചു വന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം മെയ് 31-നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രജ്വലിനെതിരെ മൊഴി കൊടുക്കുന്നത് ഒഴിവാക്കാൻ പരാതിക്കാരിയെ തട്ടിക്കൊണ്ടുപോയതിന് പ്രജ്വലിന്റെ അച്ഛൻ HD രേവണ്ണയുടെയും അമ്മ ഭവാനിയുടെയും പേരിൽ പോലീസ് കേസെടുത്തിരുന്നു. അറസ്റ്റിലായ രേവണ്ണ പിന്നീട് ജാമ്യത്തിലിറങ്ങി. ജൂലൈ 18-ന് കേസിൽ വാദം പൂർത്തിയായിരുന്നു. തെളിവായി ഹാജരാക്കിയ ഗൂഗിൾ മാപ്പ് വിവരങ്ങളിലും മൊബൈൽ ഫോണിലും കോടതി വ്യക്തത തേടിയിരുന്നു. ന്യൂസ് 18 ബംഗളൂരു. ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ പെൺകുട്ടികളും സ്ത്രീകളും പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇരകളാകപ്പെടാറുണ്ട്. സഹയാത്രക്കാരായ പുരുഷന്മാർ ദുരുദ്ദേശത്തോടെ സ്പർശിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. മലപ്പുറം വളാഞ്ചേരിയിൽ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ കേസ് സമീപ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായതാണ്. ആക്രമണത്തിനിരയായ പെൺകുട്ടിയെ സഹായിക്കാതെ ബസ് ജീവനക്കാർ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമൊരുക്കി.
സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഒടുവിൽ പിടിയിലായിരിക്കുന്നു. കുറ്റിപ്പുറം സ്വദേശി സക്കീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ് കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താണിയിൽ നിന്ന് കയറിയ പ്രതി ലൈംഗിക അതിക്രമം കാട്ടിയത്. വട്ടപ്പാറ എത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് നടപടി. കുട്ടി ബഹളം വയ്ക്കുകയും എതിർക്കുകയും ചെയ്തതോടെ കണ്ടക്ടർ ബസ്സിലെ മുൻഭാഗത്ത് നിന്നും പിൻഭാഗത്തെ സീറ്റിലേക്ക് ഇയാളെ മാറ്റിയിരുത്തി. കണ്ടക്ടർ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയോ ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല. പെൺകുട്ടിക്ക് വേണ്ടത്ര സഹായം നൽകിയില്ലെന്നും പരാതി ഉയർന്നു. തൊട്ടടുത്ത സ്റ്റോപ്പ് എത്തിയതോടെ പ്രതി ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പെൺകുട്ടി പിന്നീട് പോലീസിൽ പരാതി നൽകിയതോടെ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. കഴിഞ്ഞ 2 ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി സക്കീറിനെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച ബസ് ജീവനക്കാർക്കെതിരെ കേസെടുക്കുകയും ബസ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രതിഷേധവുമായി ബസ് ജീവനക്കാർ സമരവും പണിമുടക്കും നടത്തി. പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. സ്പെഷ്യൽ ഡിവൈഎസ്പി പി ബഷീർ ചിറക്കൽ, താനൂർ ഡിവൈഎസ്പി പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ SI അജിത്ത്, CPOമാരായ ഹാരിസ്, നിതിൻ, നിതീഷ്, ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തിരൂർ. കൊല്ലം ഏരൂരിലെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഉറക്കം കെടുത്തിയ കള്ളനാണ് തിരുവല്ല സ്വദേശി ഉണ്ണി. കാറിലെത്തിയാണ് ഏരൂർ 10 അടിയിലെ 4ഓളം കടകളിൽ ഇയാൾ കവർച്ച നടത്തിയത്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ കുടുങ്ങിയത് കള്ളന് വിനയായി. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിനെക്കുറിച്ച് വിവരം ലഭിച്ചു. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയായ ഉണ്ണി ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തടി മുതൽ കിളിമാനൂർ വരെയുള്ള 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് ആരെന്ന് വ്യക്തമായത്. ഇൻഡിഗോ കാറിലെത്തി കവർച്ച നടത്തിയത് തിരുവല്ല സ്വദേശി ഉണ്ണിയാണെന്ന് പോലീസ് കണ്ടെത്തി. അതോടെ ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളിലായിരുന്നു പോലീസ്. ഉണ്ണി തിരുവനന്തപുരത്തുണ്ടെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ലോഡ്ജിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനായി ഇയാളെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി. തുടർന്ന് 10 അടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവിനെ കാണാൻ ഒട്ടേറെ ആളുകളാണ് തടിച്ചുകൂടിയത്. നാട്ടുകാർ പ്രകോപിതരായതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണം വിട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. പ്രതിയെ രോഷാകുലരായ നാട്ടുകാരിൽ നിന്ന് സംരക്ഷിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. ന്യൂസ് 18 പുനലൂർ. കള്ളന്മാരിപ്പോൾ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് പുലർച്ചെയുള്ള സമയങ്ങളിലാണ്. വീട്ടുകാർ രാവിലെ പുറത്തിറങ്ങുന്ന തക്കത്തിന് വീടിനകത്തു കടന്ന് മോഷണം നടത്തുന്നു. ചില കവർച്ചാ സംഘങ്ങൾ മുളകുപൊടിയും കരുതിയാണ് വരുന്നത്. കോഴിക്കോട് കാരശ്ശേരിയിൽ വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി വിതറി മാല കവർന്നു. കാരശ്ശേരി സ്വദേശിനി സുബൈദയുടെ മാലയാണ് പൊട്ടിച്ചത്. സുബൈദ പുലർച്ചെ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ പുറത്തുനിന്ന് മോഷ്ടാവ് കണ്ണിൽ മുളകുപൊടി വിതറി ആക്രമിക്കുകയായിരുന്നു. പിടിവലിയിൽ സുബൈദയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിരാവിലെ വീട്ടിലെത്തിയ മോഷ്ടാവ് മുളകുപൊടി വിതറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. കാരശ്ശേരി മലാങ്കുന്ന് ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന സുബൈദയുടെ മാലയാണ് പൊട്ടിച്ചത്. പുലർച്ചെ വീടിന് പുറത്തെത്തിയ മോഷ്ടാവ് മാല പിടിച്ചു പറിക്കുകയായിരുന്നു. സുബൈദ രാവിലെ 4:30 നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ പുറത്ത്
മുഖംമൂടി ധരിച്ചു നിന്ന മോഷ്ടാവ് കണ്ണിൽ മുളകുപൊടി വിതറി ആക്രമിക്കുകയായിരുന്നു. നാല് 20 എണീച്ചു, ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ അടുക്കളവാതിൽ തുറക്കുമ്പോൾ അടുക്കളവാതിലിൻ്റെ അടുത്ത് ഓന് പതിഞ്ഞ് നിൽക്കേനി. അപ്പോൾ പെട്ടെന്ന് വാതിലിട്ട് അടിച്ച് ഓനെ തള്ളി തുറന്ന് വീണ്ടും ഈ മറ്റേ ഡൈനിങ്ങാളിൻ്റെ അടുത്തെത്തി ആ മൂലക്ക് ഓനെ പിടിച്ച് ഞാൻ കൗത്തിൽ നല്ലോണം അമർത്തി പിടിച്ചതിനോട് ഭയങ്കര കരച്ചിലും കരഞ്ഞപ്പോൾ ഓന് മാല പൗതിന്ന് ഓൻ പൊട്ടിച്ചെടുത്ത് പോയത്. മുൻപടി കണ്ണിലേക്ക് ഇട്ടു. നേരെ ആ മുൻപടിയായിട്ട് എനിക്ക് ഞാൻ ഓടിയതാണ്. ഓടിയിട്ട് ഡൈനിങ്ങാളിൻ്റെ അടുത്തൊരു ഇതിൻ്റെ അവിടെ നിന്നപ്പോഴാണ് എന്നെ പിടിച്ചത്. അപ്പോഴത്തേന് കാക്കയൊക്കെ എണീച്ച് വന്നപ്പോഴത്തേനും അവൻ ഓടി പുറത്തൂടെ പോയി. പിടിവലിയിൽ സുബൈദയുടെ മുഖത്ത് പരിക്കേറ്റു. 3 പവനോളം വരുന്ന മാലയുടെ പകുതിയിലേറെ ഭാഗം മോഷ്ടാവ് കൊണ്ടുപോയി. വീടും പരിസരവുമായി പരിചയമുള്ള ഏതെങ്കിലും ആളാകാം മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് പരിസരത്തെ CCTV ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. അച്ചാർ കുപ്പിയിൽ ലഹരിമരുന്ന് ഒളിപ്പിച്ച് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയം. കണ്ണൂർ ചക്കരക്കൽ സ്വദേശി മിഥിലാജിനെ കുടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം. മിഥിലാജിനൊപ്പം സൗദിയിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരൻ കൂടിയായ യുവാവിന് കൊടുക്കാനെന്ന പേരിൽ ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിലാണ് കഴിഞ്ഞ ദിവസം ലഹരിമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. ചക്കരക്കൽക്കുളം ബസാറിൽ KP അർഷാദ്, KK ശ്രീലാൽ, P ജിസിൻ എന്നിവരെയാണ് ലഹരിക്കടത്ത് ശ്രമത്തിനിടെ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് ജിസിൻ അച്ചാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മിഥിലാജിന്റെ വീട്ടിൽ ഏൽപ്പിച്ചത്. സുഹൃത്ത് ശ്രീലാൽ ജിസിന്റെ കയ്യിലേൽപ്പിച്ച പാക്കറ്റ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വഹീൻ നിരന്തരം ഫോൺ വിളിച്ചതിലും അച്ചാർ കുപ്പിക്ക് സീലില്ലാത്തതിലും അസ്വാഭാവികത തോന്നിയതാണ് മിഥിലാജിന് രക്ഷയായത്. മിഥിലാജിന്റെ പിതാവെട്ടി അഹമ്മദിനാണ് വഹീനിന്റെ നിരന്തരമുള്ള ഫോൺ വിളിയിൽ സംശയം തോന്നിയത്. അതോടെ അഹമ്മദ് അച്ചാർ കുപ്പി തുറന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. അച്ചാർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കിയപ്പോൾ ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കിയ വസ്തുക്കൾ കണ്ടെത്തി. തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. 3.4 ഗ്രാം ഹാഷിഷ് ഓയിലും 0.26 ഗ്രാം MDMA-യുമാണ് കവറുകളിലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി. വലിയ ആപത്തൊഴിവായതിന്റെ ആശ്വാസത്തിലാണ് മിഥിലാജ് വ്യാഴാഴ്ച രാത്രി ഗൾഫിലേക്ക് പോയത്. സൗദിയിലെത്തിയ ശേഷമാണ് ലഹരിമരുന്ന് പിടികൂടിയതെങ്കിൽ മകൻ ഒരുപക്ഷെ പുറം ലോകം കാണില്ലായിരുന്നുവെന്ന് അഹമ്മദ് പറഞ്ഞു. ലഹരി കടത്തുന്നതിന് മുമ്പായി വിപുലമായ ആസൂത്രണം നടന്നതായാണ് പോലീസിന്റെ അനുമാനം. ഇതിൽ 2 സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത്. ലഹരി മരുന്ന് കടത്തുന്നതിന് വലിയ ശിക്ഷ ലഭിക്കുന്ന സൗദിയിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ മിഥിലാജ് ജയിലിലാകും. അതുവഴി അവനെ കൊടുക്കുക എന്നതാകാം ഒരു ലക്ഷ്യം. ലഹരി മരുന്ന് കിട്ടാൻ പ്രയാസമുള്ള രാജ്യത്ത് ലഹരി എത്തിയാൽ വൻ തുകയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയും എന്നതാണ് മറ്റൊന്ന്. ലഹരി മരുന്ന് അച്ചാറിന്റെ കുപ്പിയിലാക്കി കടത്തുന്നതിൽ കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടായിരുന്നു പ്രതികളുടെ ആസൂത്രണം. കേരളത്തിൽ നിന്ന് പിടിച്ചാൽ കൊടുത്തയച്ചവരിലേക്ക് അന്വേഷണം വരുമെന്ന് പ്രതികൾക്ക് അറിയാമായിരുന്നു. കുറഞ്ഞ അളവിൽ ലഹരി വസ്തു വച്ചത് അതുകൊണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. നിശ്ചിത അളവിൽ കൂടുതൽ ലഹരി പിടികൂടിയാൽ ജാമ്യം കിട്ടില്ലെന്നതാകാം കാരണമെന്നും പോലീസ് കരുതുന്നു. ഏതായാലും കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾക്കും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് ലഹരി വേട്ട തുടരുകയാണ്. എന്നാൽ ലഹരി ഉപയോഗത്തിലോ ലഹരി കടത്തിലോ കുറവുണ്ടാകുന്നില്ല എന്നാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂർ കൂട്ടുപുഴയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറുള്ള പുതിയ ഡ്യൂക്ക് ബൈക്കിൻ്റെ എയർ ഫിൽറ്ററിൽ ഒളിപ്പിച്ചാണ് യുവാവ് MDMA കടത്തിയത്. പത്തനംതിട്ട പന്തളത്ത് MDMA കടത്തുകേസിലെ കൂട്ടുപ്രതിയായ ജയകുമാറിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ MDMA കൊണ്ടുവന്ന സംഭവത്തിൽ പന്തളം സ്വദേശി ബ്രില്ലി മാത്യു അറസ്റ്റിലായത്. കണ്ണൂർ കൂട്ടുപുഴയിൽ പുത്തൻ ഡ്യൂക്ക് ബൈക്കിന്റെ എയർ ഫിൽറ്ററിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം. കൂട്ടുപുഴയിൽ വെച്ച
വാഹന പരിശോധനയ്ക്കിടെയാണ് നെടിയേങ്ങ സ്വദേശിയായ യുവാവ് അറസ്റ്റിലായത്. ശ്രീകണ്ഠാപുരം നെടിയേങ്ങ വല്യത്തറയിൽ വീട്ടിൽ BS അമൃത് എന്ന 28-കാരനെ ഇരിട്ടി SI MJ ബെന്നിയും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത്. 18.63 ഗ്രാം MDMA ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള ഡ്യൂക്ക് ബൈക്കിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്നും MDMA കടത്തിയത്. പത്തനംതിട്ട പന്തളത്ത് MDMA കടത്ത കേസിലെ കൂട്ടുപ്രതിയെ പന്തളം പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിലാണ് ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ MDMA കൊണ്ടുവന്ന സംഭവത്തിൽ പന്തളം തുമ്പമൺ മുട്ടം സ്വദേശി ബില്ലി മാത്യു അറസ്റ്റിലായത്. തിരുവല്ല ഭാഗത്തു നിന്ന് ബസ്സിൽ വന്നിറങ്ങിയ ഇയാളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബാഗിനുള്ളിൽ സൂക്ഷിച്ച 36.55 ഗ്രാം MDMAയും 8 ചെറിയ സിറിഞ്ചുകളും പിടിച്ചെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപ്രതി ജയകുമാർ പിടിയിലായത്. ജയകുമാറിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ നിരവധി തവണ ഒന്നാം പ്രതി വിളിച്ചതായും വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചതായും കണ്ടെത്തി. ഇരുവരും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു. തുടർന്നാണ് ജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാസലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി ജയകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പലതവണ സാമ്പത്തിക ഇടപാട് നടന്നതായും കണ്ടെത്തി. ബില്ലി മാത്യു ബംഗളൂരുവിൽ നിന്നും MDMA വാങ്ങിയ ദിവസം ഇരുവരും തമ്മിൽ പലതവണ ബാങ്ക് ഇടപാട് നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുകയും കൂട്ടാളിയായി പ്രവർത്തിക്കുകയും ചെയ്തത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ജയകുമാറിനെ ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. അറസ്റ്റിലായ ജയകുമാറിനെ കോടതിയിൽ ഹാജരാക്കി. ഇയാളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്ത് ലഹരി ഉപയോഗിച്ച് യുവാവ് കാറുമായി ചീറിപ്പാഞ്ഞ് അപകട പരമ്പര നടത്തിയ ദൃശ്യങ്ങൾ കണ്ടാൽ ഭയം തോന്നും. തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കോട്ടയം CMS കോളേജ് വിദ്യാർത്ഥിയും KSU നേതാവുമായ ജുബിൻ ജേക്കബ് മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയതെന്ന് ആരോപണമുണ്ട്. പ്രതിയുടെ പേരോ ലഹരിയുടെ കാര്യമോ ചൂണ്ടിക്കാട്ടാതെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അപകടത്തിൻ്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം CMS കോളേജ് കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥി ജുബിൻ ജേക്കബ് ഉണ്ടാക്കിയ അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. ചാലുകുന്ന് മുതൽ പനമ്പാലം വരെ നിരവധി വാഹനങ്ങളാണ് ഇടിച്ചു തകർത്തത്. പലരും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പനമ്പാലത്ത് വാഹനം ഇടിച്ചു നിന്നതോടെ ജുബിനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതിനു പിന്നാലെയാണ് പോലീസിട്ട FIR ദുർബലമാണെന്ന് കൂടി വ്യക്തമാകുന്നത്. പോലീസ് തന്നെ സംഭവസ്ഥലത്തു നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ പ്രതിയെക്കുറിച്ച് FIRൽ വിവരങ്ങളൊന്നുമില്ല. ലഹരി ഉപയോഗത്തെക്കുറിച്ച് FIRൽ പറയുന്നില്ല. അതിനിടെ ജുബിൻ കൂടി പങ്കെടുത്ത KSUവിൻ്റെ ഫോം പാർട്ടിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ജുബിനെ 6 മാസം മുൻപ് തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് KSU ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. നിലവിൽ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇയാൾ. സംഭവത്തിൽ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് 18 കോട്ടയം. മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയത് പരാതി. മക്കരപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെതിരെയാണ് പരാതി. ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 25 കോടിയിലധികം രൂപ നഷ്ടമായെന്ന് നിക്ഷേപകർ പരാതിപ്പെടുന്നു. 200-ലധികം ആളുകളാണ് തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത്. നിക്ഷേപകർ മലപ്പുറം SP-ക്ക് പരാതി നൽകിയിരുന്നു.
കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം പോലീസ് ടി പി ഹാരിസിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തത്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് ലാഭം നൽകാമെന്ന് പറഞ്ഞ് 25 കോടിയോളം രൂപ ഹാരിസ് പലരിൽ നിന്ന് തട്ടിയെടുത്തുവെന്നാണ് പരാതി. 6 പേർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഹാരിസിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തുടർന്നാണ് മുംബൈ എയർപോർട്ടിലെ എമിഗ്രേഷൻ വിഭാഗം ടി പി ഹാരിസിനെ തടഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ നാളെ മലപ്പുറത്തെത്തിക്കും. വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാർച്ചിന് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെയാണ് ഹാരിസ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. അതേസമയം പരാതി ഉയർന്നപ്പോൾ തന്നെ ടി പി ഹാരിസിനെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ടി പി ഹാരിസ് സ്വന്തം നിലയ്ക്ക് നടത്തിയ തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തിന് പങ്കില്ലെന്നായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ പൂട്ടാൻ മോട്ടോർ വാഹന വകുപ്പ്. വാതിലുകൾ തുറന്നിട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിശോധന കർശനമാക്കുന്നത്. യാത്രാ നിരക്ക് പ്രദർശിപ്പിക്കാതെ തോന്നിയ നിരക്ക് വാങ്ങുന്ന ഓട്ടോറിക്ഷകൾക്കും പിടിവീഴും. മുൻഗണന ദുരുപയോഗം ചെയ്യുന്ന ആംബുലൻസുകൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കൊട്ടിയം റൂട്ടിൽ നിയമലംഘനമേറെയെന്നാണ് പരാതി. 2017 ശേഷം പുറത്തിറക്കിയ ബസ്സുകളിൽ ന്യൂമാറ്റിക് ഡോർ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ നടത്തിയോടുന്ന വാഹനങ്ങൾക്ക് പൂട്ടിടാൻ ഇന്നു മുതൽ കർശന പരിശോധനയാണ് നടക്കുക. ബസ് സർവീസുകൾ ഒട്ടുമിക്കതും ഡോറ് തുറന്നു വെച്ച് സർവീസ് നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. KSRTC 100% ഡോറ് അടച്ചു വെച്ച് തന്നെ സർവീസ് നടത്തുന്നത്. പക്ഷേ സിറ്റി ഏരിയ ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വളരെ അപകടകരമായിട്ട് ബസ് പോവുകയും ഡോറ് അടയ്ക്കാതെ തന്നെ തുറന്ന് കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ കാണാനിടയായി. അതിലേക്ക് മുഴുവൻ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അടുത്ത 1 മാസം കൊണ്ട് തന്നെ എല്ലാ സമയവും വാഹനം ഓട്ടത്തിലായിരിക്കുന്ന സർവീസ് നടത്തുന്ന സമയത്ത് നിർബന്ധമായും ഡോർ അടച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം, സർവീസ് നടത്തണം. യാത്രാ നിരക്ക് പ്രദർശിപ്പിക്കാതെ തോന്നിയ നിരക്ക് വാങ്ങുന്ന ഓട്ടോറിക്ഷകളും പിടികൂടും. മുൻഗണന ദുരുപയോഗം ചെയ്യുന്ന ആംബുലൻസുകളും കണ്ടെത്തും. അമിത നിരക്ക് കൈപ്പറ്റുന്നതും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ആംബുലൻസ് ഉപയോഗിക്കൽ എന്നിവയും തടയും. ഡ്രൈവർമാർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കർശനമാക്കുമെന്നും RTO അറിയിച്ചു. ഓട്ടോറിക്ഷക്കാർ വളരെ ന്യായമല്ലാത്ത തരത്തിൽ ചാർജ് കൊള്ളയടിക്കുന്നുണ്ട്. അത് ദുർബലരായിട്ടുള്ള ആൾക്കാരോട് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുന്നുള്ള പരാതികൾ നിരവധിയായി. ഞാൻ ഈ 10 ദിവസത്തിനകത്ത് തന്നെ പല പരാതികളെ കാണാനിടയായി. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ അടിച്ചു വന്ന് കാണുകയുണ്ടായി. അതിന് അറുതി വരുത്തിയേ പറ്റൂ. നല്ലൊരു വിഭാഗം ആൾക്കാർ നന്നായി ഇതുകൊണ്ട് ഉപജീവനം നയിക്കുന്നു എങ്കിൽ ചെറിയൊരു പക്ഷം ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ട് വല്ലാത്ത പേരുദോഷം വമിപ്പിക്കുന്നു. അതിന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡമ്മിയിൽ ആൾക്കാരെ യാത്രക്കാരായിട്ട് കൊണ്ടുപോയിട്ട് മോശമായിട്ടുള്ള പെരുമാറ്റമോ അധികമായിട്ടുള്ള ചാർജ് ഇമ്പോസ് ചെയ്യുന്നതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടിയായിട്ട് മുമ്പോട്ട് പോകുകയാണ് ചെയ്യും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിൽ അറിയിക്കാം. പരാതികളിൽ കർശന നടപടിയുണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ന്യൂസ് 18 കൊല്ലം. കുടുംബ സ്വത്തിന് വേണ്ടി സഹോദരങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുകയും കൊലയും നടത്തുകയും ചെയ്യുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. മനുഷ്യബന്ധങ്ങളെക്കാൾ സ്വത്തിനും എന്തിനു പറയുന്നു, പറമ്പിലെ തേങ്ങയ്ക്ക് പോലും വില കൽപ്പിക്കുന്നവരുണ്ട് ഈ നാട്ടിൽ. തേങ്ങ പറിച്ചതിനെ ചൊല്ലിയുണ്ടായ കുടുംബ വഴക്കിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് വെട്ടേറ്റ സംഭവം ഉണ്ടായത് കോഴിക്കോട് കൂടരഞ്ഞിയിലാണ്. കൽപ്പനി സ്വദേശി ജോണിക്കും കുടുംബത്തിനും നേരെ സഹോദരപുത്രൻ ജോമിഷാണ് ആക്രമണം നടത്തിയത്.
ജോണിയുടെ സഹോദരിയുടെ പറമ്പിൽ നിന്നും തേങ്ങ പറിച്ചതാണ് പ്രകോപന കാരണം. സാരമായി പരിക്കേറ്റ ജോണി, ഭാര്യ മേരി, മകൾ ജാനറ്റ്, സഹോദരി ഫിലോമിന എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മലയാളിയുടെ മനസ്സ് ഇത്രയും ദുഷ്ടത നിറഞ്ഞതാകാനുള്ള കാരണം എന്തായിരിക്കും? ഈ കാലഘട്ടത്തിൽ എവിടെയോ ചില പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.